ഹായ് ഹലോ എബീസ് വേൾഡിൻ്റെ പുതിയ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ടൂറിന് പോയതും കൊച്ചിടത്ത് പോയതുമായിട്ടുള്ള എല്ലാ സാധനങ്ങളും ഞാൻ ഇന്നാണ് പുറത്തോട്ടൊന്ന് എടുത്ത് വീട്ടിലോട്ട് കൊണ്ടുപോകാനുള്ളത് അവിടത്തേക്കും ഇവിടെ ഞങ്ങൾക്ക് ഉപയോഗിക്കാനുള്ളത് ഇവിടത്തേക്കും മാറ്റി വെച്ചതിന് ശേഷം രാവിലെ തന്നെ ഫുഡ് കഴിക്കണം ചപ്പാത്തിയും കിഴങ്ങറിയായിരുന്നു. അതും കഴിച്ചിട്ട് ഞങ്ങളൊരു യാത്ര പോവുകയാണ് വേറെ അങ്ങോട്ടുമല്ല, ഇന്ന് വീട്ടിലോട്ടാണ് പോകുന്നത്. ഇന്ന് മിലുമോളുടെ ചോറൂണാണ്. അപ്പോൾ മിലുവിൻ്റെ ചോറൂണ് മാത്രമല്ല, അഞ്ജുവിൻ്റെ സഹോദരൻ്റെ വൈഫിൻ്റെ ഒരു വളകാപ്പ് ചടങ്ങ് നടത്തുന്നുണ്ട് അപ്പോൾ അവരുടെ വീട്ടിൽ നിന്നും കുറച്ച് ബന്ധുക്കളൊക്കെ വരുന്നുണ്ട്. അങ്ങനെ ചടങ്ങ് നടത്തുവാണ്. അപ്പോൾ പോകുന്ന വഴിയിൽ തന്നെ ഒരു ചോക്ലേറ്റൊക്കെ ഞങ്ങൾ 3 പേരും കൂടെ ഷെയർ ചെയ്തൊക്കെ കഴിച്ചിട്ടാണ് പോയത് അപ്പോൾ ഇതിൻ്റെ ബാലൻസ് ഞങ്ങൾ വീട്ടിലേക്ക് കൊണ്ടുപോകാനുള്ളതിൽ കൂടെ വെച്ചിട്ടുണ്ടായിരുന്നു എന്തെടുത്താലും വീട്ടിലത്തേക്കും കൂടെ കൊണ്ടുപോകണമല്ലോ, ആ രീതിയിൽ അവർക്കും കൂടെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എബിയെ കണ്ട പാടെ ഇതാ മിക്കുവിനെ കണ്ടില്ലേ, മിക്കു ആദ്യമേ തന്നെ അവൻ്റെ എബിച്ചേട്ടൻ്റെ തോളത്തോട്ട് കയറി അവന് അയ്യോ എബിയെ കണ്ടപ്പോൾ ഇതുപോലൊരു സന്തോഷം അവന് വേറെ ഇല്ല. അങ്ങനെയായിരുന്നു. അതേതാ മിലുമോള് അമ്മയുടെ കയ്യിരിപ്പുണ്ടായിരുന്നു ഇത് 5 തച്ച ഡ്രസ്സാണ് നല്ല രസമുണ്ടായിരുന്നു. ഒരു കുഞ്ഞു ഫ്രോക്ക് പോലെ. അവൾ തയ്യൽ ക്ലാസ്സിന് പോകുന്നുണ്ട് അപ്പോൾ അവിടെ നിന്ന് അവൾ തച്ച ഡ്രസ്സാണ്. സുന്ദരിയായിട്ട് ഇരിപ്പുണ്ട് നല്ല പാവക്കുട്ടിയെ പോലെ ഇരിപ്പുണ്ട് അവൾ. മിക്കു അതുപോലെ തന്നെ എബിച്ചേൻ്റെ തോളത്തും മാമൻ്റെ തോളത്തും ഒക്കെ ആയിട്ട് മാറി മാറി അങ്ങനെ ഇരിക്കുകയാണ്. അവൻ ഇറങ്ങി ചാടി നടന്ന് ബഹളം വെക്കണം, അതൊക്കെയാണ് അവൻ്റെ ഇഷ്ടം. അങ്ങനെ അവനെ അവൻ്റെ കളിയിലോട്ട് വിട്ടു. ഇതൊക്കെ കണ്ടില്ലേ, ഇതൊക്കെയാണ് അവൻ്റെ കളികൾ. ഇതൊക്കെയാണ് അവനെ എബിച്ചേട്ടന് ഭയങ്കര ഇഷ്ടം. അവൻ്റെ താളത്തിനൊത്ത് എബിച്ചേട്ടന് നിന്നോളും. 2 പേരും കൂടെ ഭയങ്കര കളിയാണ് എപ്പോൾ നോക്കിയാലും. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും അവർ പള്ളിയിൽ നിന്ന് പാസ്റ്റർ വന്നിട്ടുണ്ടായിരുന്നു അപ്പോഴത്തേക്കും ടേബിളും എല്ലാം ഒക്കെ എടുത്തു വെച്ചു, പ്രാർത്ഥിക്കാനുള്ളതൊക്കെ എടുത്തു വെച്ചു. കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്കും അഞ്ജുവിൻ്റെ ചേട്ടൻ്റെ വൈഫിൻ്റെ വീട്ടിൽ നിന്നൊക്കെ ഉള്ള ആൾക്കാരെല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. അവർ വന്ന് ആദ്യം തന്നെ മിലുവിന് ചോറ് കൊടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ ചോറ് കൊടുത്ത് ആ ഒരു ചടങ്ങ് കഴിഞ്ഞ ഉടൻ തന്നെ മിക്കുവും മിലുവും കൂടെ നല്ല ഉറക്കമായിരുന്നു. ആ ഒരു സമയം തന്നെ അവർക്ക് ചടങ്ങ് നടത്തി വളകാപ്പ് ചടങ്ങും അവരങ്ങ് നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ ബന്ധുക്കളൊക്കെ വന്ന് 2 പേർക്കും കൊണ്ടുവന്ന പലഹാരങ്ങളൊക്കെ പകുതിയായിട്ടൊക്കെ കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ചടങ്ങ് നടത്തി അപ്പോൾ അവരൊക്കെ ഫുഡ് കഴിക്കാൻ പോയ സമയത്ത് ഒന്നാണ് ഈ ഒരു ചടങ്ങ് നടത്തിയത്. അപ്പം ഞാൻ 5 മാത്രമേ ഇടുന്നത് മാത്രമേ ഇട്ടിട്ടുള്ളൂ ബാക്കി എല്ലാവരും ഇട്ടിട്ടുണ്ടായിരുന്നു. നമ്മളെല്ലാവരും പോയിട്ടുണ്ടായിരുന്നു എനിക്ക് ആ വീഡിയോ ഒന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല, അതാണ് ഞാനിപ്പോൾ അതൊന്നും ഇടാത്തത്. നല്ലൊരു ചടങ്ങൊക്കെ നടത്തി, സിമ്പിളായിട്ടൊരു ചടങ്ങ് നടത്തി അവരുടെ ആഗ്രഹം പോലെ. പിന്നെ സദ്യയായിരുന്നു സദ്യയൊക്കെ കഴിച്ചു, നല്ല പായസം കൂട്ടി സദ്യയൊക്കെ കഴിച്ചതിന് ശേഷം ഞങ്ങൾ നേരെ വീട്ടിലോട്ട് വന്നു. അപ്പോൾ എബി, ഞാൻ പറഞ്ഞില്ലേ, എബിയെ കണ്ടതും അവൻ എബിയുടെ തോളത്ത് തന്നെയായിരുന്നു അവിടെ എല്ലാവരും വിളിച്ചിട്ട് അവൻ അവരുടെ അടുത്തൊന്നും പോകുന്നുണ്ടായിരുന്നില്ല. ഞങ്ങളുടെ കൂടെ ഇങ്ങ് വന്നു. വണ്ടി കയറിയപ്പോഴത്തേക്ക് അഞ്ജുവിൻ്റെ അടുത്ത് പോകാൻ വേണ്ടി ഭയങ്കര കരച്ചിലായിരുന്നു അപ്പോൾ പകുതി ദൂരം വരെ വെച്ചിട്ട് ആൾ നല്ല കരച്ചിലായിരുന്നു. പിന്നെ കുഴപ്പമില്ല, ഓക്കെ ആയി. പിന്നെ ഞങ്ങൾ വീട്ടിൽ വന്നു. ഞങ്ങൾ അവന് വാങ്ങിയിട്ടുള്ള എല്ലാ സാധനങ്ങളും എടുത്ത് അവൻ്റെ കയ്യിൽ കൊടുത്തു അവന് കളിക്കാൻ വേണ്ടിയിട്ടൊക്കെ എടുത്ത് കൊടുത്തു. അവൻ അതിൻ്റെ ഭയങ്കര കളിയിലിരിക്കുകയായിരുന്നു. കൊട്ട് മിക്കു കൊട്ട് മിക്കു കൊട്ട് മക്കളെ. കൊട്ട് മിക്കു കൊട്ട്. അയ്യോ റോസി പച്ച അത് എനിക്ക് വേണ്ട. ഓ വിളി റോസി, എടാ റോസി നോക്കട്ടെ. അപ്പോ എബി തന്നെ വിളിക്കണം മിക്കു. ഒരെണ്ണം കൂടെ വിളിച്ചോടെ നോക്ക്. റോസി അടി റോസി വാങ്ങിച്ചോ. എടാ ചിരി കണ്ടില്ല അവന് ചെണ്ടകൊട്ട എന്തായാലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു എബിക്ക് വാങ്ങിയതാണ്. എന്നാലും വീട്ടിൽ കൊണ്ടുപോയി മിക്കുവിനോട് കൊടുക്കാമെന്നും പറഞ്ഞ് കൊണ്ടുപോയി. പിന്നെ ഇത് എൻ്റെ ആൻറ്റിയുടെ മകളുടെ മോളാണ് റോസി. അപ്പോൾ അവളും കുറേ നേരം വരെ ഇവിടെ വന്നിരുന്ന് കളിച്ചു. എബിക്ക് വാങ്ങിയ തോക്ക് അവൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അവൾക്ക് അതും കൊടുത്തു പിന്നെ എബിക്ക് കഴിഞ്ഞ വർഷം ഞങ്ങൾ വാങ്ങിക്കൊണ്ട് വന്നതാണ് ഈ ഒരു സംഭവം. അപ്പോൾ അവൾക്ക് തീരെ കുഞ്ഞായിരുന്നില്ല, അവൻ 6 മാസമേ ഉണ്ടായിരുന്നുള്ളൂ.
ഇപ്പോൾ ഇതാ 1.5 വയസ്സായിട്ടുണ്ട് ആൾക്ക്. അപ്പോൾ അവനത് ഭയങ്കര പേടിയായിരുന്നു കേട്ടോ ആദ്യം. പിന്നെ കുഴപ്പമില്ല. പിന്നെ അതാ എബിച്ചേട്ടൻ്റെ തോളത്തിരുന്നുകൊണ്ട് ആദിയും മിക്കുവും കൂടെ ആന കളിക്കുവാണ് കേട്ടോ. അത് അവന് ഭയങ്കര ഇഷ്ടമാണ്. ആദ്യം ബാക്ക് ഇരിക്കുന്നതിൻ്റെ ഒരു വിമ്മിഷ്ടമുണ്ട്. കാരണം അവന് മാത്രം എബിയുടെ തോളത്തിരിക്കണം. അതാണ് ആദ്യം ഇരിക്കുന്നതുകൊണ്ട് അവന് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുണ്ട് കേട്ടോ. അതാണ് അവനിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചരിഞ്ഞും ചാഞ്ഞും ഒക്കെ ഇരിക്കുന്നത്. കുറേ നേരം വരെ അവരുടെ കളികളായിരുന്നു കേട്ടോ കൂടുതൽ സമയത്തും. ഭയങ്കര സ്നേഹമാണ് എബിക്ക് മിക്കുവിൻ്റെ അടുത്തല്ല മിക്കുവിന് അങ്ങനെ അങ്ങോട്ടും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എബിയെ എന്ന് വിളിക്കും. ഇവിടെ വരുന്ന സമയത്തൊന്നും മിക്കു എൻ്റെ അടുത്ത് മിണ്ടൂല. കാരണം എന്താണെന്ന് വെച്ചാൽ ആ സമയത്ത് എബി എൻ്റെ കൂടെയാണല്ലോ, അതുകൊണ്ട് എൻ്റെ അടുത്ത് മിണ്ടത്തേയില്ല. പക്ഷേ എബി അവിടെ നിൽക്കുന്ന സമയത്ത് മിക്കു എൻ്റെ അടുത്ത് ഭയങ്കരമായിട്ട് സംസാരിക്കും. ഇത് ആ ഒരു മുട്ടായി ഞാൻ കൊടുക്കാത്തതുകൊണ്ടുള്ള കരച്ചിലാണ് കേട്ടോ. അവന് വിഷമമാണ്. നമ്മളെ കടയിലുള്ളതാണ് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട്. ഒരു പാണ്ടയുടെ ഷേപ്പിലുള്ള ഒരു മുട്ടായിയാണ് കേട്ടോ. അത് കൊള്ളാം. പിന്നെ കുറച്ച് ഓൺ വോയിസിലെ വീഡിയോസ് ഞാനും മിക്കുമായിട്ടുള്ളതാണ് ഇത്. പറഞ്ഞു ഒരുമതാ മിക്കു. ഹലോ പറ. ഹലോ ഹലോ പറ. ടാറ്റ പറ. ടാറ്റ പറ. ടാറ്റ ടാറ്റ പറ പറ. ഒരു വഴക്കോട്. ആദ്യം കാണിച്ചു എടുക്കാം. ടം 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 ബാ പോവാ. മിക്കോ ബാ വീട്ടിൽ പോകാം. വാ അമ്മമ്മ എടുത്ത് പോകാം. ഞാൻ ഉച്ചയ്ക്ക് വന്നത്. ഒരു ഫ്ലൈങ് കിസ് കൊടു. ഫ്ലൈങ് കിസ് കൊടു. നോയാ ഫ്ലൈങ് കിസ് കൊടു. ഇതിപ്പോൾ ആദിയുടെ കയ്യിലുള്ള വെള്ളം കൊടുക്കാത്തൊരു കരച്ചിലായിരുന്നു കേട്ടോ. ഒരു ഫ്രൂട്ടി ആയിരുന്നു ആദിയുടെ കയ്യിലുണ്ടായിരുന്നത്. അത് വേണമെന്നുള്ളൊരു വാശിയും കരച്ചിലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഈ ഒരു ഗ്ലാസ് ഞാൻ വാങ്ങിക്കൊടുത്താണ് കേട്ടോ. അത് സ്ട്രോ പോലെയുള്ളത്. അത് അവന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അമ്മ ഇപ്പോഴും പറയും അവന് ഇതിൽ പാൽ കുടിക്കാൻ ഭയങ്കര ഇഷ്ടമാണെന്ന്. അവനത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അതിൽ കുടിക്കാനായിട്ട്. പിന്നെ കുറേ നേരം വരെയൊക്കെ ഞങ്ങളിങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞു, ഓരോ വിശേഷങ്ങളൊക്കെ പറഞ്ഞു ഇരുന്നു. ആദിയും മിക്കുവും എബിയും കൂടെ ഒളിച്ച് കളിക്കുകയാണ് കേട്ടോ. ആദിയും ഒളിച്ചിരിപ്പുണ്ട്. ആദ്യം എബിയാണ് പിടിക്കാൻ പോയത്. കാരണം ഫസ്റ്റ് കണ്ടപ്പോൾ തന്നെ എബി ഇങ്ങനെ ഇരിക്കുന്നത് കണ്ടതുകൊണ്ടാണ് കേട്ടോ. കുറേ നേരം കഴിഞ്ഞപ്പോഴത്തേക്ക് മുത്തും ചിപ്പിയും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഷീന ചേച്ചിയും അഞ്ജലിയും കൂടെ എവിടെ കടയിൽ പോയതുകൊണ്ട് മുത്തും ചിപ്പി ഇവിടെ ഉണ്ടായിരുന്നു. പിന്നെ ഇവരുടെ ഒരു കളിയായിരുന്നു കേട്ടോ ഇവിടെ മൊത്തത്തിൽ. ഞങ്ങൾ കുറേ നേരം വരെ സംസാരിച്ച് ഞങ്ങളുടെ മുറ്റത്ത് തന്നെ കുറേ നേരം വരെ നിന്നു. പിന്നെ ടീച്ചറിൻ്റെ വീടിൻ്റെ മുറ്റത്തോട്ട് ഞങ്ങൾ വന്നു കേട്ടോ. അവിടെ നിന്നും കുറേ നേരം വരെ സംസാരിച്ചു. പിന്നെ നമ്മൾ എപ്പോൾ പോകുന്നുള്ള കാര്യങ്ങളൊക്കെ അങ്ങനെ ഡിസ്കസ് ചെയ്ത് നിൽക്കുകയായിരുന്നു കേട്ടോ. എപ്പോൾ പോകണമെന്നും. സത്യം പറഞ്ഞാൽ ഇപ്പോൾ വീട്ടിൽ ഞങ്ങൾ തനിച്ച് മാത്രം പോകുന്ന സമയത്ത് ഇങ്ങോട്ട് തിരിച്ചിങ്ങ് വരണമെന്നായിരിക്കും. പക്ഷെ എല്ലാവരെയൊക്കെ ഉള്ള സമയത്ത് കുറേ കൂടെ അവിടെ നിൽക്കണമെന്നായിരിക്കും എൻ്റെ ഒരു ആഗ്രഹം കേട്ടോ. അങ്ങനെ മറ്റേ വളകാപ്പ് ചടങ്ങിനൊക്കെ വന്നവരൊക്കെ വീട്ടിലോട്ട് പോകാൻ കേട്ടോ. അപ്പോൾ നമ്മുടെ വീട്ടിൽ താഴെയുള്ളവരൊക്കെ അഞ്ചിൻ്റെ ബന്ധുക്കളുണ്ട്. അവരൊക്കെ കൊണ്ടാക്കിയതാണ് കേട്ടോ അവിടുത്തെ ഒരു പയ്യന്. പിന്നെ ഇതൊരു ജാമായിരുന്നു കേട്ടോ. അത് പ്രദീപ് മൂന്നാർ ടൂർ പോയ സമയത്ത് വാങ്ങിക്കൊണ്ട് വന്നതാണ് സ്ട്രോബെറിയുടെ ഒരു ജാമ്. പിന്നെ അതായത് സിമി ചേച്ചി വാങ്ങിക്കൊണ്ട് വന്നതാണ് കേട്ടോ ഒരു ചിപ്സ്. അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. കുരുമുളകിൻ്റെയൊക്കെ നല്ലൊരു ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞങ്ങളെല്ലാവരും
ഓരോന്നൊക്കെ എടുത്ത് വെച്ച് കഴിച്ചു. പിന്നെ രാത്രിയായ സമയത്ത് ചായ കുടിച്ചു കേട്ടോ. അപ്പോൾ ഞാൻ വീട്ടിൽ നിന്ന് കുറേ പലഹാരങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ കൊച്ചിടത്ത് ഇപ്പോൾ ഉള്ള പലഹാരങ്ങൾ, പിന്നെ അഞ്ജുവിൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന പലഹാരങ്ങൾ എല്ലാം കൂടെ വെച്ചിട്ട് ഞങ്ങൾ എല്ലാവരും കൂടെ ഇരുന്ന് ചായ കുടിച്ചു. രാത്രിയായ സമയത്ത് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് നമ്മൾ അക്കരെ വീട്ടിൽ പോയി അമ്മയൊക്കെ കണ്ടതിന് ശേഷം അവിടെ നിന്ന് ഇറങ്ങിയത്. പിന്നെ ഞങ്ങൾക്ക് രാത്രി കഴിക്കാൻ വേണ്ടിയിട്ട് ഫുഡൊക്കെ വാങ്ങിച്ചിട്ട് വന്നിട്ട്, പക്ഷേ ഞാൻ രാത്രി കഴിച്ചിട്ടുണ്ടായിരുന്നില്ല, എനിക്ക് കഴിക്കാൻ തോന്നിയിട്ടുണ്ടായിരുന്നില്ല. ഒരു ഐസ്ക്രീം കുടിച്ചപ്പോൾ തന്നെ എൻ്റെ വയറ് നിറഞ്ഞു. പിന്നെ ഞാൻ ഫുഡൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. ചേട്ടനും കുറച്ചെടുത്ത് കഴിച്ചു. ഇന്നത്തെ ഒരു വ്ളോഗ് അത്രത്തോളമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഈ ഒരു കുഞ്ഞു വ്ളോഗ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളെല്ലാവരും തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പം മറ്റൊരു പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെയൊക്കെ എല്ലാവർക്കും ബൈ. എല്ലാവരും സുഖമായും സന്തോഷമായും സേഫായിട്ടിരിക്കുക. നമ്മളെല്ലാവരും ഇവിടെ സുഖമായിട്ടും സന്തോഷത്തോടും സേഫായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു.